ഇന്നിവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആഴത്തിലുള്ള അവരുടെ ചിന്ത എന്താണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ കാണുന്നത് അവർ നിങ്ങളെ ഡ്രീം ചെയ്യുന്നു എന്നുള്ളതാണ്. കൂടാതെ നിങ്ങൾ അബണ്ടൻസ് ആണെന്ന് അവർ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഇപ്പോൾ പരസ്പരം ഒരുപക്ഷെ പിരിഞ്ഞിരിക്കുന്ന സിറ്റുവേഷനിലായിരിക്കാം. നിങ്ങൾ പിരിഞ്ഞതിന് ശേഷമായിരിക്കാം അവർക്ക് നിങ്ങളുടെ വാല്യൂ ഇപ്പോൾ മനസ്സിലാകുന്നത്. അടുത്തതായി ഇവിടെ കാണിക്കുന്നത് അവരൊത്തിരി പ്രോബ്ലംസിലൂടെ കടന്നു പോകുന്നതായിട്ടാണ്. ഇപ്പോൾ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ യൂണിവേഴ്സിലേക്ക് സമർപ്പിച്ച് കാത്തിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മറ്റൊരാൾ വേർപിരിക്കാൻ ശ്രമിച്ചു എന്നതാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ടും ഇല്ല എന്ന് നിങ്ങളെ ധരിപ്പിച്ച് മാറി നിന്നതാവാം. അല്ലെങ്കിൽ വേറൊരാൾ എന്തെങ്കിലുമൊക്കെ കുതന്ത്രങ്ങൾ മെനഞ്ഞ് നിങ്ങളെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങൾക്കത് അറിയുന്നുണ്ടാവില്ല. കാരണം അവർ ഇപ്പോൾ ഫേസ് മാസ്ക് ഇട്ട് നിൽക്കുകയാണ്. അവരോട് ഒരുപക്ഷെ വേറൊന്ന് പറയും, നിങ്ങളടുത്ത് വേറൊന്ന് പറയും. അങ്ങനെ രണ്ടുപേരെയും തമ്മിൽ വേർപിരിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് രണ്ടുപേരെയും ഒന്നിച്ചു കൊണ്ടുപോവേണ്ട ഒരവസ്ഥ. നിങ്ങളെ കൂടാതെ വേറൊരാളും അവിടെ ഉള്ളതായി കാണുന്നു. എന്തായാലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. അവരെയും സന്തോഷിപ്പിക്കുക, നിങ്ങളെയും സന്തോഷിപ്പിക്കുക, ഇങ്ങനെയൊരു അവസ്ഥ ആ പേഴ്സൺ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ നിങ്ങളെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങളായിരുന്നു അവർക്ക് കൂടുതൽ എനർജിയും സന്തോഷവും കൊടുത്തിരുന്നതെന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നു നിങ്ങൾ കൂടെ ഉള്ളതാണ് അവർക്ക് സക്സസ് എന്ന്. ഇപ്പോൾ അവർക്ക് നിങ്ങളടുത്തേക്ക് എത്രയും വേഗം ഓടിയെത്തണമെന്നൊരാഗ്രഹമുണ്ട്. ഈ വ്യക്തി ഒരുപക്ഷെ ഒരു സിംഗറായിരിക്കാം, അല്ലെങ്കിൽ മ്യൂസിക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ വളരെയധികം ഫിസിക്കൽ അട്രാക്ഷനുണ്ട്, നിങ്ങളെ ഡ്രീം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തൊക്കെയോ സിറ്റുവേഷൻ കൊണ്ട് അവർക്ക് നിങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. എന്നാലും കുരുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലും നിങ്ങളെന്ന സൗഭാഗ്യത്തെ അവർ ഹൃദയത്തിലേറ്റിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് അനങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഒരു ആക്ഷനും ഇപ്പോൾ എടുക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ അവർ പ്രശ്നത്തിൽ നിന്നും പ്രശ്നത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് ഇപ്പോൾ അവരുടെ ജീവിതമെന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു. മുന്നേ അവർക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉള്ളതായി കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അവർക്ക് വേണ്ട എന്ന് ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുക. ഇപ്പോൾ അവർ നിങ്ങളെ വളരെയധികം പ്രതീക്ഷിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ അവർ സെലക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുർഘടമാണ്. എന്തൊക്കെയായാലും ഒന്നിനു വേണ്ടിയും നിങ്ങളെ അവർക്ക് ഇനി ഉപേക്ഷിക്കാൻ വയ്യ. എങ്ങനെ നിങ്ങളടുത്തേക്ക് വരാം, എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെക്കുറിച്ചൊക്കെ അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ അവർ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണെന്ന് പറയുകയാണ്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങളെ നഷ്ടപ്പെടുത്തി പോയപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ എനർജിയാണ്. ആ എനർജിയെ വീണ്ടെടുക്കാനാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളെ ഉപേക്ഷിച്ച് പോയ സമയത്ത് ഒരു തേർഡ് പാർട്ടി എന്തായാലും അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. നിങ്ങളെ വിട്ടു പോയപ്പോൾ ആ തേർഡ് പാർട്ടിയോടായിരുന്നു അവർക്ക് കൂടുതൽ ഇഷ്ടം. ആ സമയത്ത് അവരുടെ കാന്തിക വലയത്തിൽ അവർ പെട്ടുപോയി എന്നാണ് കാണുന്നത്. ഇപ്പോൾ അവർ സ്വയം മുറിവേറ്റിരിക്കുന്നു, അവരുടെ ഹൃദയം വേദനിക്കുന്നു. ഒരു പക്ഷേ ആ തേർഡ് പാർട്ടി ഇവരെ പറ്റിച്ചിട്ടുണ്ടാവാം, ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടാവാം, കളിയാക്കിയിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ അവർ ഉറച്ചൊരു തീരുമാനമെടുത്തിരിക്കുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും നിങ്ങളടുത്തേക്ക് അവർ തീർച്ചയായും വരും. ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം. ലെറ്റർ ആർ, ലെറ്റർ പി, 1989, ഗിഫ്റ്റ്, ലെറ്റർ എ, 2002, ഔട്ട് ഓഫ് സ്റ്റേഷൻ, 46, രേവതി നക്ഷത്രം, മാരേജ്, ബ്രദർ, 27, 1998, സെലിബ്രേഷൻ, ജാനുവരി, ലെറ്റർ ടി, 18, 333 ഒരു ഏഞ്ചൽ നമ്പറാണ്. ലെറ്റർ സി,
ലെറ്റർ എ, ലെറ്റർ ഐ, ലെറ്റർ പി, 1994, 1992, 2005, 42 ജാനുവരി കാണിക്കുന്നുണ്ട്, 40 ലവ്, 7 ഡിസംബർ 1989, 3 കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, വീണ്ടും അബ്രോഡ് കാണിക്കുന്നുണ്ട്, 2004, 1993, ലെറ്റർ വി, ലെറ്റർ കെ, ലെറ്റർ ഐ, 2005. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ ക്ലൂ.